പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. ആംബുലൻസ് ഡ്രൈവർ കായംകുളം സ്വദേശി നൌഫലിനാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 1,80,000 രൂപ പ്രതി പിഴയൊടുക്കണമെന്നും വിധിയിൽ പറയുന്നു. നാടിന് നടുക്കിയ കേസിലാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. പ്രതി നൌഫൽ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പ്രതിക്കെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം തടവും 1,80,000 രൂപ പിഴയുമാണ് കോടതി പ്രതിക്ക് വിധിച്ചത്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഹരികൃഷ്ണൻ പറഞ്ഞു. വളരെ നല്ല ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഹാജരാക്കിയ തെളിവുകൾ പൂർണ്ണമായും വിശ്വാസ്യതയിലെടുത്ത് പ്രതിക്ക് അനുവദനീയമായ ശിക്ഷ നൽകിയിട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷ നൽകിയിട്ടുണ്ട്. പട്ടികജാതി വർഗത്തിൽപ്പെട്ട പട്ടികജാതി ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ശിക്ഷ തന്നെ കോടതി നൽകിയിട്ടുണ്ട്. നല്ല ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അതിജീവിതയ്ക്ക് അർഹിക്കുന്ന നീതി ലഭിച്ചു എന്നാണ് എന്റെ വിശ്വാസം. കേസിൽ 55 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ 2020 സെപ്റ്റംബർ 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് പന്തളത്തെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ 19-കാരിയെ 108 ആംബുലൻസ് ഡ്രൈവറായ നൌഫൽ പീഡിപ്പിക്കുകയായിരുന്നു. ആംബുലൻസ് ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ചായിരുന്നു പീഡനം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.